ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്കുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കുന്നത്. അതിൽ ഒന്നാണ് ഈക്വാലൻസ് റിലേഷൻ എന്ന് വിളിക്കുന്നത്. ഈക്വാലൻസ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുകയാണ് ഒരു റിലേഷൻ എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഈക്വാലൻസ് റിലേഷൻ. എന്താണ് ഈ 3 കാര്യങ്ങൾ? അതായത് ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആവുകയും സിമ്മട്രിക് ആവുകയും ട്രാൻസിറ്റീവ് ആവുകയും. ഈ 3 കാര്യങ്ങൾ ഒരു റിലേഷനിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം സെറ്റായിട്ട് എഴുതുന്നതിലാണ് ഈ റിലേഷൻസ് വരുന്നത് അല്ലേ. ആ റിലേഷൻ ഈ 3 കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഈക്വാലൻസ് റിലേഷൻ എന്നുള്ളത്. അതിൽ റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റിൻ്റെ പേര് ക്യാപിറ്റൽ എ ആണ്, അതിനകത്തൊരു എലമെൻ്റാണ് സ്മോൾ എ എന്ന് വിചാരിക്കുക. എ കോമ എ നമ്മുടെ റിലേഷനുണ്ടെങ്കിൽ, സ്മോൾ എ കോമ എ നമ്മുടെ റിലേഷനുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റിഫ്ലെക്സീവ്. അതായത് അതിൻ്റെ റിഫ്ലക്ഷൻ, മിറർ ഇമേജ് പോലെ ഒരു എലമെൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി. ദെൻ സിമ്മട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കോമ ബി റിലേഷൻ ഉണ്ടെങ്കിൽ അത് തിരിച്ചിട്ട് ബി കോമ എയും കൂടെ എവിടെ വേണം? ആ ഒരു റിലേഷനിൽ വേണം. ക്ലിയർ ആയോ? എ കോമ ബി ഉണ്ടെങ്കിൽ ബി കോമ എയും കൂടെ നമ്മുടെ റിലേഷനിൽ ഉണ്ടാവണം എന്ന് പറയുന്നതാണ് എന്ത്? റിഫ്ലെക്സീവ് എന്ന് പറയുന്നത്, സിമ്മട്രിക് എന്ന് പറയുന്നത്. പിന്നെ ട്രാൻസിറ്റീവ് ആണ്. അതായത് എ കോമ ബി ആറിലുണ്ടെങ്കിൽ ബിയുമായിട്ട് ബന്ധപ്പെട്ട ബി കോമ സിയും ആറിലുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ കോമ സി ആറിലുണ്ടായിരിക്കും. അതായത് എയും ബിയും എന്തിലുണ്ട്? ആറിലുണ്ട്. ബിയിൽ നിന്ന് തുടങ്ങുന്ന സിയും ആറിലുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്താൽ വരുന്ന ഏതാ? എ കോമ സി അല്ലേ. എ കോമ സിയും കൂടെ ഇവിടെ കാണും, ആറിൽ കാണുമെന്ന് പറയുന്നതാണ് എന്ത്? ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഈ 3 എണ്ണം ഉണ്ടെങ്കിലാണ് നമ്മളൊരു ഒരു റിലേഷനെ ഈക്വാലൻസ് റിലേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ എക്സാമിന് ചോദിക്കുമ്പോൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്: ഒരു റിലേഷൻ, ഒരു സെറ്റ് എയിലുള്ളൊരു റിലേഷൻ ഈക്വാലൻസ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദ 3 കണ്ടീഷൻസ്. എന്തൊക്കെയാണ്? റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമ്മട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ എ കോമ എ ഉണ്ടെങ്കിൽ വീണ്ടും എ കോമ എ തന്നെ വേണം. സിമ്മട്രിക് എന്ന് പറഞ്ഞിട്ട് അതായത് എ കോമ എ ഉണ്ടാവണം. എ കോമ എ ഉണ്ടെങ്കിൽ എന്താണത്? റിഫ്ലെക്സീവാണ്. ബി കോമ ബി ഉണ്ടെങ്കിൽ അത് റിഫ്ലെക്സീവാണ്. സിമ്മട്രിക് എന്ന് പറഞ്ഞാൽ അത് തിരിച്ചിട്ടത് വേണം. എ കോമ ബി ഉണ്ടെങ്കിൽ ബി കോമ എയും വേണം. ട്രാൻസിറ്റീവ് ആകുമ്പോൾ എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ എ ബി ഉണ്ടെങ്കിൽ ബി സി ഉണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ ബി ക്യാൻസൽ ചെയ്ത എയും സിയും തമ്മിൽ റിലേഷൻ ഉണ്ടായിരിക്കും. നമുക്കിതിലൊരു എക്സാമ്പിൾ നോക്കാം. ഇതിൽ നമ്മുടെ ഈ ഒരു R2ൻ്റെ കേസ് നോക്കും. R2 ഇവിടെ റിഫ്ലെക്സീവാണ്. കാരണം എന്താ? 1,1 2,2 3,3 എൻ്റെ ഏലുള്ള എന്താ? 1 2 3 ആണ് അല്ലേ. അതിൻ്റെ എല്ലാം എന്താണ്? മിറർ ഇമേജ് പോലെയാണ്. നേരെ മറിച്ച് ജസ്റ്റ് ഒരു 5 മാത്രമാണെങ്കിൽ എന്തല്ല? റിഫ്ലെക്സീവ് അല്ല. കാരണം അവിടെ 1,1 ഒന്നുമില്ല. ഇനി ഈ ഒരു എക്സാമ്പിൾ നോക്കി, 1,1 2,2 1,2 ഇവിടെ എന്തില്ല? 3,3 ഇല്ല. ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്താണോ നോക്കുക, റിഫ്ലെക്സീവ് ആണോ എന്നൊക്കെ നോക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം, പാർഷ്യൽ ഓർഡർ റിലേഷൻ. പാർഷ്യൽ ഓർഡർ റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ POR എന്ന് ഷോർട്ടാക്കിയിട്ട് വിളിക്കും. ഇത് റിഫ്ലെക്സീവും ആൻറ്റി സിമ്മട്രിക്കും ട്രാൻസിറ്റീവും. സിമ്മട്രിക്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആൻറ്റി സിമ്മട്രിക് എന്ന് പറയുന്നത്. അത് എ കോമ ബി ഉണ്ടെങ്കിൽ എന്ത് പാടില്ല? ബി കോമ എ ആ റിലേഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എക്കകത്ത് 1 2 3 ആണുള്ളത്. 5 വന്നാൽ ശരിയാവത്തില്ല അല്ലേ, കാരണം എലമെൻ്റ് ഇല്ല. ഇത് നോക്കി, 1,1 2,2 1,2 പറ്റില്ല. അടുത്തതോ 1,1 2,2 3,3 ഇത് പറ്റും. ഈ തൊട്ട് മുന്നത്തെ പറ്റാത്തതിന് കാരണം എന്താ? അവിടെ 3,3 ഉണ്ടായിരുന്നില്ല അല്ല, റിഫ്ലെക്സീവ് ആയിട്ടില്ലല്ലോ അല്ലേ, കംപ്ലീറ്റ് ആവണം. ഇനി ഇതിൽ നോക്കി 3 ഉണ്ട്. 1,1 2,2 3,3 ഉണ്ട്, റിഫ്ലെക്സീവ് ആണ്. ഒപ്പം എന്തുകൊണ്ട്? 1,2 ഉണ്ട്. 1,2 തിരിച്ചിട്ടത് എന്താണ്? 2,1 ആണ്. അത് ഇതിനകത്തില്ല. ക്ലിയർ ആയില്ലേ? ഇനി അപ്പോൾ അതെന്തായി? നമ്മുടെ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി ട്രാൻസിറ്റീവ് ആണോ എന്ന് എങ്ങനെ നോക്കും? 1,2 ഉണ്ട്, പിന്നെ 2,2 ഉണ്ട് അല്ലേ. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 1,2 തന്നെയാണ് ആണല്ലോ. അപ്പോൾ ട്രാൻസിറ്റീവ് ആണ്. ഈ ഒരു കേസിലോ റിഫ്ലെക്സീവ് ആണ്.
1,2 അത് തിരിച്ചിട്ടതുകൊണ്ട്. അപ്പോൾ ഇതെന്താണിത്? സിമ്മട്രിക്കാണ്, നമുക്ക് ആൻറ്റി സിമ്മട്രിക്കാണ് വേണ്ടത്. ഈ ഒരു കേസിലോ റിഫ്ലെക്സീവ് ആണ്. ദെൻ 1,3 ഉണ്ട്, എന്തില്ല? 3,1 ഇല്ല, പക്ഷേ 2,3 ഉണ്ട്. 1,3 ആണുള്ളത് അല്ലേ? ക്ലിയർ ആയില്ലേ? ഇനി ഇത് നമുക്ക് എങ്ങനെ നോക്കാം? ട്രാൻസിറ്റീവ് ആണെന്ന്. 2,2 ഉണ്ട്, 2,3 ഉണ്ട്. ക്യാൻസൽ ചെയ്താൽ വരുന്നത് 2,3 തന്നെയാണ്, അതിനകത്തുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുന്നതാണ് നമ്മുടെ ഒരു പാർഷ്യൽ ഓർഡർ റിലേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഹാസി ഡയഗ്രം ആണ്. ഹാസി ഡയഗ്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു പാർഷ്യൽ ഓർഡർ റിലേഷനെ നമ്മൾ എന്താണ് പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനിൽ വരയ്ക്കുന്നതിനെയാണ് ഹാസി ഡയഗ്രം എന്ന് പറയുന്നത്. ഇപ്പോൾ എ എന്ന് പറഞ്ഞ സെറ്റിൽ 1 2 3 4 ഉണ്ട്. ആ റിലേഷൻ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം 1 2 3 4 എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യുക. 1 2 3 4 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുക. 1,1 1,2 3,3 ഇതൊക്കെ എന്തുണ്ട്? റിപ്പീറ്റഡ് ആണ് അല്ലേ? 4,4 അതായത് സെയിം സംഭവം വരുന്നുണ്ട്. അപ്പോൾ ഇവിടേക്ക് എന്ത് ചെയ്തതുപോലെ ലൂപ്പ് വരച്ചു കൊടുക്കുക. അതായത് അതിലേക്ക് റിഫ്ലെക്സീവ് ആണ്, അപ്പോൾ അതിലേക്ക് തന്നെ ഉണ്ട്. ദെൻ 1,2 ഉണ്ട്, അപ്പോൾ 1-ൽ നിന്ന് 2-ലേക്ക് വരച്ചു കൊടുക്കുക. ദെൻ 1,3 ഉണ്ട് അല്ലേ? ദെൻ 1,4 ഉണ്ട്. 2,2 നമ്മൾ വരച്ചു, 2,3 വരച്ചു, 2,4 ഉണ്ട്. ദെൻ 3,3 വരച്ചു, 3,4 വരച്ചു, 4,4. അപ്പോൾ ഇങ്ങനെ വരച്ചു. ഇനി ഇതിലെ റിഫ്ലെക്സീവ് എഡ്ജുകളൊക്കെ റിമൂവ് ചെയ്യുക. അതായത് ഈ ലൂപ്പുകൾ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതാണ് രണ്ടാമത് ചെയ്തിട്ടുള്ളത്. ഇനി ട്രാൻസിറ്റീവ് എഡ്ജ് ഉണ്ടെങ്കിൽ, ട്രാൻസിറ്റീവ് എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? കണക്ഷൻ വരുന്നതാണ് അല്ലേ? അതായത് നോക്കി 1,3യും 3,4 ഉണ്ട് അല്ലേ? 1,3യും 3,4 ഉണ്ട്. അപ്പോൾ ഇതങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? 1,4 ആയി അല്ലേ? അപ്പോൾ ഈ 1,3യും അതുപോലെ തന്നെ. അപ്പോൾ ഈ 1,3 എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മളിതിൽ ട്രാൻസിറ്റീവ് എഡ്ജുകളെ കണ്ടുപിടിക്കുക. ഏതാണ് ട്രാൻസിറ്റീവ് എഡ്ജ് എന്നുള്ളത്? ഇപ്പോൾ 1,3 ആണല്ലോ ഒരു കണക്ഷൻ വരുന്നത് അല്ലേ? അപ്പോൾ 1 to 2-ഉം 2 ഈ ഒരു എക്സാമ്പിളിനേക്കാൾ നല്ലത് നോക്കുന്നതാണ്. 1,2-ഉം 2,3-യും അല്ലേ? അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 to 3-ലേക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഇതിനെ കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഏതാണ്? 1,3 ആണ്. അതുകൊണ്ട് ആ 1,3 എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്ത് കളയുക. അതുപോലെ ഇതും ക്യാൻസൽ ചെയ്ത് കളയുക. പിന്നെ അതുപോലെ തന്നെ ഈ 1,4-ഉം അങ്ങനെ തന്നെയല്ലേ? കാരണം 1 to 3 ഉണ്ട്, 1 to 4 ഉണ്ട്, 3 to 4 ഉണ്ട് അല്ലേ? അതായത് 1,3 ഉണ്ട്, 3,4 ഉണ്ട്. കട്ട് ചെയ്താൽ എന്തായി? 1,4. അപ്പോൾ ഈ 1,4 എന്താണ്? ട്രാൻസിറ്റീവ് അല്ലേ? അപ്പോൾ അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊന്ന് കളയാൻ പറ്റും. അങ്ങനെ കളഞ്ഞിട്ട് വരച്ചതാണ് ഈ കാണുന്നത്. ഇനി ഇതിനെ അപ്വേർഡ് ഡയറക്ഷനിൽ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്വേർഡ് ഡയറക്ഷനിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. 1 2 3 4 അല്ലെങ്കിൽ ഇങ്ങനെയും മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഹാസി ഡയഗ്രം എന്ന് പറയുന്നത്. മറ്റൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെയാണ് തരിക കേട്ടോ. എയും തന്നിട്ടുണ്ട്, ആറും തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തു? ആദ്യം 1,1 2,2 3,3 വരച്ചു. ദെൻ 1 to 2 വരച്ചു, 1 to 3 വരച്ചു. കേട്ടോ, ഡയറക്ഷൻ നോക്കിയാൽ മതി. 1 6 തന്ന രീതിയിൽ വരച്ചു. ഇനി എന്ത് ചെയ്യണം? ട്രാൻസിറ്റീവ് എഡ്ജുകളെ റിമൂവ് ചെയ്യണം അല്ലേ? ട്രാൻസിറ്റീവ് എഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ ട്രാൻസിറ്റീവ് എഡ്ജ് ഏതാണ്? ഈ 1 to 6 ഒരു ട്രാൻസിറ്റീവ് എഡ്ജാണ് അല്ലേ? അപ്പോൾ അത് നമ്മൾ റിമൂവ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? അപ്വേർഡ് ഡയറക്ഷനിലേക്ക് നമ്മളതിനെ മാറ്റണം. ക്ലിയർ ആയോ? ഡയറക്ഷനിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഓർഡറിലാക്കിയാൽ മതി. അതായത് 1-ൽ നിന്ന് 2-ലേക്ക്, 2-ൽ നിന്ന് എങ്ങോട്ട് പോകണം? 2-ൽ നിന്ന് 6-ലേക്ക് പോകണം. പിന്നെ 3-ൽ നിന്നും 6-ലേക്ക് പോകണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? അപ്വേർഡ് ഡയറക്ഷനിൽ വരയ്ക്കാം.